നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു നിരവധി സൂപ്പർ താരങ്ങൾ സൗദി അറേബ്യയിലെത്തിയത്. നെയ്മർ ജൂനിയർ, സാഡിയോ മാനെ, ബെൻസിമ തുടങ്ങിയ പല താരങ്ങളെയും സ്വന്തമാക്കാൻ സൗദി അറേബ്യക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും കൂടുതൽ മികച്ച താരങ്ങളെ യൂറോപ്പിൽ നിന്നും സൗദി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ സ്കോർ 19 ഇതുമായി ബന്ധപ്പെട്ട 2 11കൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 11കളാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടീമിലെ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മെൻഡിയാണ് വരുന്നത്. അൽ അഹ്ലിയുടെ ഗോൾ വല കാക്കുന്നത് എഡ്വാർഡ് മെൻഡിയാണ്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അൽ നസർ താരമായ ഐമറിക് ലപ്പോർട്ട അവിടെയുണ്ട്. പുതിയ താരം നാച്ചോയും ഇപ്പോൾ സെന്റർ ബാക്ക് പൊസിഷനിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അൽ ഖാദിസിയ എന്ന സൗദി ക്ലബ്ബാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്രസീലിയൻ താരമായ റോജർ ഇബാനസ്, അദ്ദേഹം അൽ അഹ്ലിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഡിഫൻസിൽ ഇടം നേടിയിട്ടുണ്ട്. ഇനി മധ്യനിരയിൽ 4 താരങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരാൾ അൽ അഹ്ലിയുടെ റിയാദ് മഹ്റസ് ആണ്. അതുപോലെ തന്നെ അൽ ഇത്തിഹാദിന്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ എങ്കോളോ കാന്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിലാലിന്റെ താരമായ മിലിങ്കോവിച്ച് സാവിച്ച് മധ്യനിരയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മധ്യനിരയിൽ അൽ ഇത്തിഹാദിന്റെ പുതിയ താരമായ മൗസ ഡിയാബിയും ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഉള്ളത്. ഇരു വിങ്ങുകളിൽ ഒരാൾ നെയ്മർ ജൂനിയർ ആണ്, അൽ ഹിലാലിന്റെ താരമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിങ്ങിൽ സാഡിയോ മാനെ വരുന്നു. അൽ നസറിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ടീം വരുന്നത്. ഇനി സെക്കൻഡ് ടീം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ടീമിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വരുന്നത് അൽ ഹിലാലിന്റെ യാസീൻ ബോനയാണ്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂലിബലി അവിടെയുണ്ട്, അൽ ഹിലാൽ താരമാണ്. അതുപോലെ തന്നെ അലക്സ് ടല്ലസ് അൽ നസർ താരമാണ്. അതുപോലെ തന്നെ അൽ ഇത്തിഹാദിന്റെ താരമായ ഫെലിപ്പെ അവിടെ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടാലിസ്ക ഇപ്പോൾ മിഡ്ഫീൽഡിലാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അൽ നസർ താരമാണ്. റൂബൻ നെവസ് അൽ ഹിലാലിന്റെ താരമാണ്. ബ്രോസോവിച്ച് അൽ നസർ താരമാണ്. അതുപോലെ തന്നെ കരാസ്കോ ഇപ്പോൾ ആ ഒരു മധ്യ നിരയിൽ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അൽ ഹിലാലിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ മാൽക്കം അവിടെയുണ്ട്. സ്ട്രൈക്കർ ആയിക്കൊണ്ട് കരീം ബെൻസിമയാണ് ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അൽ ഇത്തിഹാദിന്റെ താരമാണ്. അതുപോലെ തന്നെ അൽ നസറിന്റെ താരമായ ഒട്ടാവിയയാണ് മുന്നേറ്റ നിരയിൽ മറ്റൊരു താരമായിക്കൊണ്ട് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഒരു മികച്ച 11 തന്നെയാണ് സൗദിക്ക് ഇപ്പോൾ അവകാശപ്പെടാനുള്ളത്. ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ അവിടെ കളിക്കുന്നുണ്ട്. കൂടുതൽ സൂപ്പർ താരങ്ങളെ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സൗദി ഇപ്പോഴും ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.